കഴിഞ്ഞ ദിവസം നമ്മൾ ടൗണിലൊക്കെ പോയിട്ട് തിരിച്ച് വന്നിട്ട് ഞാനാണെങ്കിൽ നമ്മളുടെ മുറ്റത്ത് ഭിത്തിയോട് ചേർന്നായിട്ട് നിവാങ്കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞ് ഷൂ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഞാൻ കൈ കൊണ്ട് എടുത്തില്ല. നമ്മളുടെ പുതിയൊരു മുറ്റം അടിക്കുന്ന ചൂലില്ലേ, അത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ തട്ടി മാറ്റിയതാണ്. ഞാൻ ആ വെട്ടത്തിൽ ഞാൻ കണ്ടു അതിൻ്റെ അടിയിൽ എന്തോ കിടക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ മൊബൈൽ അടിച്ച് നോക്കിയപ്പം ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചാച്ചയെ പറഞ്ഞു അത് അണലിയായിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞത്. നല്ല ഒരു ഇഷ്ടികയുടെയൊക്കെ പോലത്തെ കളറായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ മുറ്റമൊക്കെ നന്നായിട്ട് പുല്ല് കയറി കിടക്കുമായിരുന്നു കേട്ടോ. എൻ്റെ മടിയാണെന്ന് വേണമെങ്കിൽ പറയാം, നല്ല മടി തന്നെയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ തന്നെ പുല്ല് പറിച്ച് കളയാനൊരു മടിയായിരുന്നു. ഡെയിലി നമ്മൾ പുല്ല് പറിച്ചങ്ങ് കളയുവാണെങ്കിൽ അതപ്പം അങ്ങ് തീർന്നു പൊക്കോളും. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ സൈഡിൽ നട്ടിട്ടുള്ളത് കാരണം നന്നായിട്ട് പുല്ല് ആർത്ത് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് പുല്ല് പറിക്കുന്നത്, മീൻ വെട്ടുന്നത് അതൊന്നും അത്ര വലിയ ഇഷ്ടമുള്ള പരിപാടിയല്ല കേട്ടോ. അപ്പം ഞാൻ തന്നെ എൻ്റെ മടി കാരണം ഇങ്ങനെ നീട്ടി വെച്ചൊരു കാര്യമാണ് അത്. അപ്പം എന്തായാലും പാമ്പ് കയറി മുറ്റത്തെത്തിയപ്പോഴാണ് പുല്ല് പറിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഇന്ന് നിവാങ്കുഞ്ഞിന് ക്ലാസ്സുള്ള ദിവസമാണ്. അപ്പം ഞാൻ എന്തായാലും നേരത്തെ എഴുന്നേറ്റിട്ട് ചോറും കറിയൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ. തോരനുള്ളതെല്ലാം തലേദിവസം തന്നെ രാത്രിയിൽ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങ ഒരു കുറച്ച് ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ബീറ്റ്റൂട്ട് തോരനൊക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി നിവാങ്കുഞ്ഞിനെ വെട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ പുല്ല് പറിക്കാൻ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു പുല്ല് പറിക്കൽ ഡേ ആണ്. മുറ്റം മുഴുവൻ നമ്മളിന്ന് ഡീപ്പ് ക്ലീനിങ് ചെയ്യാൻ പോവാണ് കേട്ടോ. മുറ്റം മാത്രമല്ല, റൂമിൻ്റെ അകവും വീടിനകമൊക്കെ ഒന്ന് ഞാൻ മൊത്തത്തിലൊന്ന് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും വീഡിയോയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിവാങ്കുഞ്ഞിന് ക്ലാസ്സുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ തലേദിവസം ഞാനിപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ അവന് ഇഷ്ടമുള്ള കാര്യമൊക്കെ പറയും. അപ്പം ചപ്പാത്തിയാണ് കേട്ടോ ആൾക്ക് കൂടുതലും ഇഷ്ടം. ചപ്പാത്തിയും ദോശയും ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. പിന്നെ പൂരി, പുട്ടൊന്നും ആൾക്ക് അത്ര ഇഷ്ടമില്ല. പുട്ടും ഇഷ്ടമില്ല, ഉപ്പുമാവും ഇഷ്ടമില്ല കേട്ടോ. ഇങ്ങനെ ചപ്പാത്തിയും ഒക്കെ ആക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നിവാങ്കുഞ്ഞ് കുളിച്ച് ഒരു ചെറിയൊരു ജലദോഷക്കോള് പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് രാസ്നാദിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതിൻ്റെ കാരണം നിവാങ്കുഞ്ഞിന് ജലദോഷം പനിയൊക്കെ ആയത് കാരണം കേട്ടോ. അതിൻ്റെ ഒരു എനിക്കും കൂടെ ഉണ്ടായിരുന്നു പനി, തൊണ്ടയടപ്പ്, അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ വീഡിയോ ഇടാത്തത്. ഞാനത് കാരണം എനിക്ക് ഒരു ഒച്ചയടപ്പ് പോലെയുള്ളത് കാരണം ഞാൻ നല്ല കടുപ്പത്തിലൊരു ഇഞ്ചിച്ചായ അങ്ങിട്ട് കുടിക്കുന്നുണ്ട്, നല്ല മധുരമൊക്കെ ഇട്ട്. അങ്ങനെ നിവാങ്കുഞ്ഞിനെ കൊണ്ടുവിട്ട് വന്ന് നേരെ ഞാൻ ഹാളിൽ വന്നിട്ട് നമ്മുടെ ഡൈനിങ് ടേബിളിൽ അതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ടേ. അങ്ങനെ ഡൈനിങ് ടേബിളും മൊത്തത്തിൽ വീടിനകം ഒന്ന് റീസെറ്റ് ചെയ്തു. ഞാൻ തുടയ്ക്കാനൊന്നും നിന്നില്ല കേട്ടോ. റീസെറ്റ് ചെയ്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് എടുത്തു വെച്ചു. പക്ഷേ കഴിച്ചില്ല കേട്ടോ. കഴിക്കാനെടുത്ത് അവിടെ വെച്ചിട്ട് ഞാൻ തുണി അലക്കാനായിട്ട് പോവുകയാണേ. മെഷീനിലേക്ക് ഇട്ടിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു വെയിൽ കാണുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിക്ക് വെയിലുണ്ട് കേട്ടോ. ഞാൻ ടെറസിലേക്ക് പോവുകയാണ്. തുണി അലക്കി കഴിഞ്ഞിട്ട് ടെറസിൽ കുറച്ച് നേരം പോയി നിന്നു കേട്ടോ. നല്ല കാറ്റുണ്ട്. ടെറസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ. നല്ലൊരു കാറ്റും ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് അങ്ങനെ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് നേരെ ഞാൻ വന്നിട്ട് നമ്മുടെ പാവലിൻ്റെയും പടവലത്തിൻ്റെയൊക്കെ പന്തലങ്ങ് പറിച്ച് കളഞ്ഞു കേട്ടോ. പാവലും പടവലും ഒക്കെ നേരത്തെ ഞാൻ വേരിൻ്റെ ആ ഭാഗം താഴ്ഭാഗം കട്ട് ചെയ്തിട്ടിരിക്കുകയായിരുന്നേ ഒരു 2 ദിവസം മുൻപേ. അത് കാരണം അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴയായത് കാരണം അതിനകത്ത് പാവയ്ക്കായും ഒക്കെ കുറവായിരുന്നു. അത് കാരണം ഞാനത് മൊത്തത്തിൽ അങ്ങ് പറിച്ച് കളയുവാണേ.
പിന്നെ നമ്മുടെ വഴുതനങ്ങ വെട്ടിക്കളഞ്ഞേക്കാന്ന് ഓർത്തപ്പോൾ അതിനകത്ത് നിറച്ച് വഴുതനങ്ങ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാനതിന് പറിച്ചെടുത്തു. ബാക്കി പുല്ലെല്ലാം മൊത്തത്തിൽ വേരോടെ ഞാൻ പറിച്ച് കളയാണ് കേട്ടോ. എൻ്റെ മുട്ടപ്പം ഉണ്ടായിരുന്നു കേട്ടോ പുല്ല് വഴുതനയുടെ ചുവട്ടിലൊക്കെ. സത്യം പറഞ്ഞാൽ പുല്ലിന് കട്ടി അങ്ങനെ ഒത്തിരി അങ്ങ് പറ്റി പിടിച്ചിരിക്കുന്ന പുല്ല് ടൈപ്പ് അല്ലായിരുന്നു, ഒരു സൈസ് പൊക്കമുള്ള പുല്ലായിരുന്നേ. അപ്പം പെട്ടെന്ന് ഞാനങ്ങ് പറിച്ച് കളഞ്ഞു. പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പം നല്ല കട്ടിയുള്ള പുല്ലായിരുന്നു കേട്ടോ. വഴുതനങ്ങയുടെ രണ്ട് മൂന്ന് തണ്ടുകളൊക്കെ ചീത്ത, അതായത് പൂവില്ലാത്ത തണ്ടൊക്കെ ഞാൻ അങ്ങ് ഒടിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ പച്ചക്കറി നടുമ്പം ഏറ്റവും നല്ലത് ഗ്രോ ബാഗിൽ നടുന്നതാണ് കേട്ടോ. ഗ്രോ ബാഗിൽ നട്ടാൽ നമുക്ക് ഈ പുല്ല് വളർച്ച ഒത്തിരി കുറവായിരിക്കും, പുല്ല് വളരുന്നത്. അപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമായിരിക്കും. ഞാനാണെങ്കിൽ പച്ചക്കറി നട്ടത് അവിടെ തടമെടുത്തിട്ട് നട്ടത് കാരണം നിറച്ച് പുല്ലായിരുന്നു കേട്ടോ. അതാണെങ്കിൽ പറിച്ചു കളയാനും പാടായിരുന്നു. മഴയായപ്പോഴത്തേക്കും പെട്ടെന്ന് കാട് പോലെ അങ്ങ് കയറി. തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ നല്ല പുല്ലായിരുന്നു കേട്ടോ. പിന്നെ അതെല്ലാം വെട്ടി പറിച്ച് കളഞ്ഞു. എന്തായാലും ഇപ്പോൾ മുറ്റം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വെണ്ടയിലൊക്കെ കാ കുറവായിരുന്നു, അത് കാരണം വെണ്ടയെല്ലാം ഞാൻ പറിച്ച് പള്ളയെ കളഞ്ഞു കേട്ടോ. അങ്ങനെ വെണ്ടയുടെ ഒരു തൈ മാത്രം നിന്നിട്ട് കായൊക്കെ ഇല്ലാത്ത തൈ എല്ലാം പറിച്ച് കളഞ്ഞു കേട്ടോ. പിന്നെ ആ ഒരു തെങ്ങിൻ്റെ ഭാഗമൊക്കെ ഞാൻ പുല്ല് പറിച്ച് ക്ലീൻ ചെയ്തു. പിന്നെ ഈ തന്നെ ഇങ്ങനെ ചെയ്യാനായിട്ട്, ഇങ്ങനത്തെ പണിയൊക്കെ തന്നെ ചെയ്യാനായിട്ടൊരു മടിയാണ്. കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാ ജോലിയും നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാരണം ഇങ്ങനത്തെ ഇഷ്ടമില്ലാത്ത ജോലികളൊക്കെ തന്നെ ചെയ്യാനൊരു മടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പം ഞാൻ പുല്ല് പറിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ പുല്ലിങ്ങനെ കോരിക്കളയുന്നുമുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം കൂടെ കൂട്ടിയിട്ടാൽ ഒരുമിച്ചെടുത്തുകൊണ്ട് പോകാൻ പാടായത് കാരണം ഞാൻ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഒരു ചൂല് വെച്ചിട്ട് ഇങ്ങനെ അടിച്ചു വാരിയും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഇതുകൊണ്ട് നമുക്ക് ഈ മഴക്കാലത്ത് മുറ്റമടിക്കാനൊക്കെ നല്ല എളുപ്പമാണ്. പാവലിൻ്റെ കമ്പും കോലും നെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നെറ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു, അത് ഞാൻ ആ ഷീറ്റിൻ്റെ പൊക്കത്തേക്ക് തട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ കമ്പെല്ലാം അപ്പടി കുശിത്തായിരുന്നു കേട്ടോ മഴയായി കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് ദൂരെ കളഞ്ഞു കേട്ടോ. ഇനി ഞാൻ വീടിൻ്റെ മുൻവശത്തായിട്ട് പച്ചക്കറി ഒന്നും നടുന്നില്ല എന്ന് തീരുമാനിച്ചു കേട്ടോ. മുൻവശത്ത് പൂച്ചട്ടിയിൽ നമുക്ക് എന്തെങ്കിലും ചെടിയൊക്കെ നടാം, അതാണ് ഭംഗി. പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ മൊത്തം കാട് കയറും, അത് കാരണം ഞാൻ പച്ചക്കറി നടുന്നില്ലെന്ന് വിചാരിച്ചു കേട്ടോ. ചെടിച്ചട്ടിയിൽ പൂക്കൾ നടുവാണെങ്കിൽ പിന്നെയും ഭംഗിയുണ്ടെന്ന് തോന്നുന്നല്ലേ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ടെറസിൻ്റെ പൊക്കത്ത് അല്ലെങ്കിൽ വീടിൻ്റെ പുറവശത്ത് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് പച്ചക്കറി നടാമെന്ന് വിചാരിച്ചു കേട്ടോ. അല്ലെങ്കിൽ ഒരു സൈഡിലേക്ക് മാറി ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ പച്ചക്കറി നട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് പുല്ല് കയറുവാണേ. അതാണ് ഞാനിനി പച്ചക്കറി ഫ്രണ്ടിൽ നടുന്നില്ല എന്ന് വിചാരിച്ചു കേട്ടോ. പാവൽ നമ്മളുടെ ടെറസിൻ്റെ പൊക്കത്തേക്കൊക്കെ കയറി പോയിട്ടുണ്ടായിരുന്നു. ഞാനതെല്ലാം കഴിഞ്ഞ ദിവസം വെട്ടിക്കളഞ്ഞായിരുന്നു കേട്ടോ. ഇത്രയും വലിയ പുല്ലുകളുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ഈ പുല്ല് പറിക്കാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പുല്ല് പറിച്ച് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല അലർജിയാണേ. ഇതിനകത്ത് ചില പ്രാണികളൊക്കെ ഇല്ലേ, ആ പ്രാണികളൊക്കെ തൊട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് നല്ല അലർജി. പിന്നെ എന്തായാലും പാമ്പിനെ കണ്ട് ഞാൻ മൊത്തത്തിൽ പേടിച്ചു പോയിട്ടോ. അത് കാരണം പറിക്കാതെ നിവർത്തിയില്ല, അത് കാരണം തന്നെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു സൈഡിലത്തെ പുല്ല് മുഴുവൻ പറിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ ടാങ്കൊക്കെ ഇരിക്കുന്നതിൻ്റെ അപ്പുറ സൈഡിലാണെങ്കിൽ നല്ല ഒരു റബ്ബർ തോട്ടമാണ്. അപ്പോൾ റബ്ബർ തോട്ടത്തിൻ്റെ അകത്ത് നല്ല പുല്ലാണ് കേട്ടോ. അപ്പോൾ അതെന്നായാലും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറിക്കാൻ പറ്റത്തില്ല. അപ്പം അത് നശിപ്പിച്ച് കളയാനായിട്ട് നമ്മൾ വീടി സൈഡൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് സ്പ്രേ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ടാണ്, വെയിലുള്ള ദിവസം സ്പ്രേ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രീസറിലൊരു ചോക്കോബാർ നന്നായിട്ട് ഞാനത് വിശക്കാൻ തുടങ്ങിയില്ല, എന്തെങ്കിലുമൊക്കെ തണുത്തത് കഴിക്കാൻ തോന്നി കേട്ടോ. വീട്ടിൽ ഗ്ലൗസ് നോക്കിയപ്പോൾ ഗ്ലൗസ് ഇരിപ്പില്ലായിരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു ഷിമ്മിക്കൂടി ഇങ്ങനെ കയ്യിൽ അങ്ങിട്ടിട്ടാണ് പറിച്ചെടുക്കുന്നത്. ഇടത് കൈ കൊണ്ട് പറിക്കുന്നില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ വലത് കൈയിലാണ് ഷിമ്മിക്കൂടി ഇട്ടിരിക്കുന്നത്. പുല്ലെല്ലാം പറിച്ച് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഈ കൊട്ടയിൽ ഇതിങ്ങ് വാരിക്കൊണ്ട് കളഞ്ഞാൽ മതി. അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വാരിക്കൊണ്ട് കളഞ്ഞിട്ട് അടിച്ചു വാരിയാലും കൂടെ മതി കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാം കൂടെ കൊട്ടയിൽ വാരി എടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പറിക്കുന്നതിന് അത്രയും ബുദ്ധിമുട്ടില്ല. ഇങ്ങനെ വാരിയെടുക്കുമ്പം എന്തെങ്കിലുമൊക്കെ വാരിയെടുക്കുമ്പോഴാണ് സാധാരണ എനിക്ക് അലർജി ഉണ്ടാകുന്നത് കേട്ടോ.
അതും ഇതൊക്കെ മേത്ത് കൊണ്ടിട്ട്. അങ്ങനെ എന്തായാലും വാരിയെടുത്ത് എല്ലാം കൂടെ കൊണ്ട് കളയുവാണ്. അങ്ങനെ ഒരു 2 മണിക്കൊക്കെ മുമ്പായിട്ട് എൻ്റെ മുറ്റത്തെ പുല്ല് പറിക്കലും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ചൂല് വെച്ചിട്ട് വലിയ വലിയ കല്ലും കട്ടയെല്ലാം സഹിതം അടിച്ചു വാരി കളയുന്നുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വെയിൽ തെളിഞ്ഞ ഒരു ദിവസം ഞാൻ ഈ പുല്ലെല്ലാം കൂടെ കത്തിച്ച് കളഞ്ഞു കേട്ടോ. ഇനി നമുക്ക് വീടിൻ്റെ സൈഡിലുള്ള റബ്ബർ തോട്ടത്തിൻ്റെ സൈഡിൽ നിൽക്കുന്ന പുല്ലും കൂടി ഒന്ന് വീട് സൈഡ് വെച്ചിട്ടൊന്ന് കളയാനുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.